മാർബിളൊക്കെ കാലുവേദനക്ക് കുറവിട്ടെന്ന് പറഞ്ഞു. അവർ വന്നുകൊണ്ട് ഇവിടെ നോക്കിയോ ആളുന്നതിലും എൻ്റെ അളവിൽ ഒരു 200 സ്ക്വയർ ഫീറ്റിന് മാറ്റം വരും. അതായത് നമ്മൾ എടുത്തുകൊണ്ട് സാധനം വേണ്ടില്ലാറെ 200 സ്ക്വയർ ഫീറ്റ് അധികമാണ് മൂപ്പര് സാധനം വാങ്ങണം. കാരണം ഇത് മാർബിളിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറെ ആൾക്കാർക്ക് പേടിയാണ്, ഇത് പണിക്കൂലി നമ്മൾ കരുതിയില്ലാറെ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കരുതിയില്ലാറെ നമ്മൾ ഇവിടെ ഒരു പേര പോയി നോക്കിയില്ല, അതിന് വരും. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളൊരു ആസ്പർ മാർബിൾ വിരിച്ചൊരു സൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ആ വിരിച്ച വീട്ടുകാരുടെ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കണത്. ഇക്കാനോട് തന്നെ ചോദിച്ചേക്കാം നമ്മൾ മാർബിൾ വിരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ഇക്കാനോട് ചോദിച്ചേക്കാം. ഇക്ക, മാർബിൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഇപ്പോൾ നമ്മളെ ഫീൽഡിൽ മാർബോണൈറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് മാർബിളാക്കാൻ കാരണം എന്താ? മാർബിളാക്കാൻ കാരണം മാർബിളൊക്കെ കാലുവേദനക്ക് കുറവിട്ടെന്ന് പറഞ്ഞു ഒന്ന്. രണ്ടാമത് ഞങ്ങൾ മാർബിൾ മഞ്ചേരി, മലപ്പുറം, പിന്നെ ഇവിടെ എന്നെ കൊണ്ടോട്ടി ഇവിടെയൊക്കെ അന്വേഷിച്ചു. അതിലൊക്കെ വിലക്ക് മെച്ചം കിട്ടി നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് നോക്കി തെരഞ്ഞെടുത്തതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുണ്ടായി. ആ കളർ ഞങ്ങൾ എടുത്തു. അതെടുത്ത് കൊടുന്ന് എൻ്റെ പണിക്കാരും വന്നതുകൊണ്ട് വളരെ ഉഷാറായി. നേരെ മറ്റുള്ള ആൾക്കാർ വന്നാൽ നമുക്ക് ഇതേപോലെ അത് ഒരുപാട് ലാഭം ഞങ്ങൾക്കുണ്ട്. കാരണം വെച്ചാൽ മറ്റുള്ളവരെ ഒരു പണിക്കാരെ സാധനങ്ങൾ എടുത്ത് കൊടുന്ന് മറ്റൊരു പണിക്കാരെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ നമുക്ക് ഡബിൾ പൈസ വരാൻ പോകും. അന്ന് അത് വേറെ ആരോ നിങ്ങൾക്ക് മൊത്തം പണിക്കൂലി പണിക്കൂലി വന്നു. ഇവിടെ പിന്നെ അവർ വന്നുകൊണ്ട് ഇവിടെ നോക്കിയോ ആളുന്നതിലും എൻ്റെ അളവിൽ ഒരു 200 സ്ക്വയർ ഫീറ്റിന് മാറ്റം വരും. അതായത് നമ്മൾ എടുത്തുകൊണ്ട് സാധനം വേണ്ടില്ലാറെ 200 സ്ക്വയർ ഫീറ്റ് അധികമാണ് മൂപ്പര് സാധനം വാങ്ങണം. അതവന് വിളിച്ച് പറയും ചെയ്തു. അപ്പോൾ ഒന്നും മറുപടി പറഞ്ഞില്ല. അതൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ ഒരുപാട്, അതായത് ഓന ആ മാർബിളും നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട്. ശരിയും മാർബിളിന്റെ വില വരെ കിട്ടും. പിന്നെ അന്ന് നിങ്ങളാ പണിക്കൂലി ഇപ്പൊ പലരും മാർബിൾ ഇടാത്തത് വെച്ചാല് പണിക്കൂലി ഒരുപാട് പണിക്കൂലി. ഇല്ലല്ലോ, മാർബിളിനും ടൈൽസിനും വലിയ മാറ്റം നല്ല. ഇപ്പൊ നല്ല ടൈൽസ് കിട്ടണമെങ്കിൽ 50-55 ഉറുപ്പ്യ നല്ല കിട്ടണമെങ്കിൽ നല്ല കമ്പനി. നമുക്ക് ഇവിടെ കിട്ടിക്കുന്നത് MPയുടെ ചോട്ടിലായിട്ടുള്ളൂ. അപ്പൊ ഇത് പണിക്കൂലിയും മറ്റുള്ളതും കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് ലാഭം. ഏകദേശം ടൈൽസിന് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ കുറെ ആൾക്കാർ നമ്മളെടുത്തപ്പോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അവരെല്ലാവരും പറയണത് വെച്ചാൽ മാർബിൾ വിരിച്ചുമ്പോ ഒരുപാട് പണി വരും, നമുക്ക് തലവേദനയാണ്. വെറുതെ പറയണം. അതൊക്കെ അവരെ കരാറിൽപ്പെട്ടാണ്. അവർക്കൊരു കരാറ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ എത്ര പണി ഉണ്ടെങ്കിൽ അവരെടുത്ത് പോവാണ്. നമ്മളൊന്നും കൊടുക്കണേ. നമ്മളിപ്പോ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പണി കഴിഞ്ഞിട്ട് അളക്കും, ആദ്യം ഒന്ന് അളക്കും. അത് രണ്ടും സമാണ്. അതിലൊന്നും വ്യത്യാസമായിട്ട് നമ്മളിപ്പോ എടുത്ത് 2200 സ്ക്വയർ ഫീറ്റ് 2200 സ്ക്വയർ ഫീറ്റ് നമുക്കിപ്പോ ഈ മാർബിളിന്റെ ടൈൽസിന്റെ ഒക്കെ മൊത്തം പണിക്കൂലി ആയത് ഏകദേശം 1.5 ലക്ഷം റുപ്യന്റെ ചോടല്. 1.40 റുപ്യ. അതെ, 1.40 റുപ്യാണ് നമുക്ക് മൊത്തം വീടിന്റെ ബാത്റൂം ടൈലിന്റെ വർക്കും ഒക്കെ എല്ലാ വർക്കും അടക്കം നമ്മൾ 1.40 കുറച്ചുകൂടി അത് കൂട്ടിയിട്ട് 1.40 റൗണ്ട് ആക്കിയിട്ട് ആ ലെവലിലെ വന്നിട്ടുള്ളൂ. കാരണം ഇത് മാർബിളിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറെ ആൾക്കാർക്ക് പേടിയാണ്, ഇത് പണിക്കൂലി നമ്മൾ കരുതിയില്ലാറെ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കരുതിയില്ലാറെ നമ്മൾ ഇവിടെ ഒരു പേര പോയി നോക്കിയില്ല, അതിന് വരും. അത് കാരണം ഒരു കൂട്ടർ മാർബിൾ ഇടുക്കിയിൽ അനാവശ്യമായിട്ട് ഒരുപാട് പണിയെടുക്കും. അതിന്റെ പുറത്ത് പിന്നെ വേറെ ആൾക്കാർ കരാറ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളത് പോയി നോക്കിയ വീട്, അത് പോയി നോക്കിയ വീട് 1,45,000 റുപ്യ മൂപ്പര് പണിക്കാർക്ക് പകുതി പണിയായി കൊടുത്തു പോയി. അത് ശരിക്കും മൂപ്പരെടുത്ത് അബദ്ധം പറ്റിയാണ്. അത് പിന്നെ നമുക്കിപ്പോ മൊത്തം 1,40,000 പറഞ്ഞു. ഇങ്ങനെ ഇത്ര വരുള്ളൂ. അതെങ്ങനെയാണ് ചോദിച്ചപ്പോ അവരെ കണക്കൂട്ടി കൊടുത്തു. അപ്പം സമ്മതിച്ചു. അതിലാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചപ്പോ ഇപ്പൊ രണ്ടാമത് എടുക്കുമ്പോ ഈ പൈസ വരല്ലേ. അതെ, പിന്നെ വരാണ്. ശരിക്കും മാർബിളിന്റെ പണി എടുക്കുമ്പോ പകുതിയാണ് ഏകദേശം വരുന്നത്. അതായത് പകുതി പൈസ വിരിച്ചാനാണ് വരുന്നത്, പകുതി പൈസ പോളിഷ് ചെയ്തെടുക്കാനാണ് വരുന്നത്. ശരിക്കും ആ പോളിഷിങ്ങിന്റെ വർക്കിന്റെ പൈസ മാത്രമേ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ. മറ്റുള്ള എന്താണെങ്കിലും ഇപ്പൊ ഒക്കെ എല്ലാത്തിനും വേണം പൈസ കൊടുക്കാം. മാർബിൾ വിരിച്ചതിനും അതേ പൈസ തന്നെ വരുന്നത്.
അതേ സ്ഥാനത്ത് മറ്റുള്ള ഈ പുറത്തുനിന്ന് ഇവിടെ ലോക്കലായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരാൾ അതിന് തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ 17 ഉറുപ്പ്യ എന്താ വരിക വിൽക്കാന്, അതിന് ഒരു 20-22 ഉറുപ്പ്യ വരെ ഈടാക്കുന്നുണ്ട്. 25 ജോലിക്കാർക്ക് വരാം. അപ്പൊ ഒരു നഷ്ടം. അത് പോളിഷ് ചെയ്യാനൊന്നുമില്ലല്ലോ, അത് വിരിച്ചു പോയാൽ മതി. പലരും പല റേറ്റിൽ എടുക്കണം. പിന്നെ കേട്ടോ നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്ന പണിക്കാർക്ക് ഉണ്ട്, ചില സ്ഥലങ്ങൾക്ക് നല്ല റേറ്റിൽ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ ലൈനിൽ കൂടി നടക്കുന്ന ഒരു അഡ്രസ് ഇല്ലാത്ത മഞ്ചേരിക്കാരനെ വരാണ് ഓരോ ആൾക്കാർക്ക് ഇവിടെ ഇറക്കൂലി 2 ഉറുപ്പ്യ കൊടുക്കണം. പിന്നെ അതിന്റെ പുറത്ത് ഓരോ പണിക്കാർക്ക് തന്നെ ഇതിലേറെ സംഖ്യ കൂട്ടിയിട്ടാണ്. അത് നമുക്ക് പറ്റുകൊടുക്കുക നമ്മളെടുക്കുമ്പോ ഞാൻ അവിടെ ഓട് നോക്കി ആ ഓട് ഇവിടൊക്കെ ഓരോ പലോട്ടും പല വിലയാണ്. ഒരു കുഴപ്പമില്ല, ഒരു പണിക്കാരാണ്. അത് ആരും ഒന്ന് കണ്ടാലും പറയും. കാരണം പണി അറിയും. ആ ഡിസൈനൊക്കെ യോജിപ്പിച്ചാണ്ട് അത്രയും ഇതില് വെച്ച് പരിചയം ഒഴിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 35 ദിവസത്തല്ലേ നമുക്കിപ്പോ പണി വന്നിട്ട് അത്രല്ലേ വന്നിട്ടുണ്ടാവുള്ളൂ? അത്രയൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും. 35 ദിവസം. അതിപ്പോ ഈ പോലീസിന് കുറച്ച് ദിവസം വൈകും, മറ്റൊക്കെ വേഗം കഴിഞ്ഞു പെട്ടെന്ന്. നമുക്ക് ടൈലിന്റെ വർക്ക് അടക്കം വന്നുകൊണ്ടാണ് നമുക്കൊന്നുകൂടി ടൈൽസിന്റെ പണി അടക്കണ്ട അഭിപ്രായം ഒരു 15 രൂപയുടെ ചോട്ടിലേ വന്നിട്ടുള്ളൂ. വിരിക്കാനുള്ള പണി അടക്കം. പിന്നെ ബാക്കിയുള്ള നമുക്ക് പോളിഷിന്റെ ആ സമയം വന്നതാണ്. പോളിഷ് എന്താ വെച്ചാൽ നമ്മൾ പണിക്കാരോട് ഒരിക്കലും നമുക്ക് വേഗം പണിയെടുക്കാൻ വരാൻ പറ്റില്ല. ഓല എന്തേലും കാട്ടിക്കൂട്ടി പോകും. ഓൽക്ക് ഓലതായിട്ടുള്ള സമയം കൊടുത്തിട്ട് സാവധാനം പോളിഷ് നമ്മളോട് പല കുറെ ആൾക്കാർ നമ്മളോട് പറയും പണി വേഗം തീർത്തരാന്ന് പറയും. ഞാൻ അവരോട് പറയും ഇത്ര സമയം നമുക്ക് തരണം. നമ്മളെന്താ വെച്ചാൽ പോളിഷിങ്ങാരോട് നമ്മൾ പറയാം ഇത്ര ദിവസം കൊണ്ട് പണി തീർത്തണം തന്നെ. ഓൻ വേ അടിച്ചാണ്ട് പോളിഷ് പിന്നെ നിങ്ങള് കാണാൻ വന്നില്ല, ഞാൻ വരണ്ട. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ഇത് ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നു. ഇനിയിപ്പോ പിന്നെ പോളിഷ് ചെയ്യണം അഭിപ്രായം. പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ വല്ല കരയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പോളിഷ് ചെയ്യാതെ പോകില്ല. അപ്പൊ ഞാൻ മറ്റന്മാരെ ചെയ്തതാണ്. പൈസ കൂട്ടണ പോലെ നോക്കിയിട്ട് അത് മൂപ്പര് ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചെനിക്ക് അതെന്താ പറയാ, ഒന്ന് അന്വേഷിക്കാതെ പരിചയമില്ലാത്ത ആൾക്കാരൊന്ന് അന്വേഷിക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആരോടിലൊക്കെ ചോദിച്ചിട്ട് ഇതെങ്ങനെ നമ്മൾ ചെയ്യാം. ഇപ്പൊ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ മുബാറക്കും മറ്റേ ചെറുക്കനാണ്. ഓര് വന്നുകൊണ്ട് നമുക്ക് മലക്കെട്ട് കുറെ പൈസയും കുറെ കുറഞ്ഞു. പിന്നെ വേറെ ഇപ്പൊ മുബാറക്ക് മഞ്ചേരിക്ക് ഉറപ്പിക്കാൻ പോരാ. ഞാൻ പണി കഴിഞ്ഞ് പോരുമ്പോൾ അവിടെ കയറിയിട്ട് അത് ഉറപ്പിച്ചാടാ പോരും കേട്ടോ. അത് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇതിങ്ങനെ അവിടെ ഉറപ്പിച്ചാൽ അതായത് കളറ് മാറിയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഉറപ്പിച്ചല്ലേ ഇങ്ങോട്ട് വാ, നാളെ നമുക്ക് ഇവിടെ കൊടശ്ശേരി നോക്കാം. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാം. ആ വരവും കൊടശ്ശേരിക്ക് നേരെ 5 മിനിറ്റാവും. അത് അവിടുന്ന് തന്നെ ഒടുക്കും പോയിട്ടില്ല.